വലിയ മോട്ടിവേഷൻ ഒന്നും തരാനില്ല. കാരണം നമ്മുടെ ഗ്രേറ്റ് ലീഡർ, ബ്രാൻഡ് ന്യൂ റീജിയണൽ ടീം കോർഡിനേറ്റർ തൻഷാൻ സാർ ഒരുപാട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേരിട്ട് നിങ്ങൾ കണ്ടു. ജസ്റ്റ് എന്നെ ഞാൻ പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് ബിനോദ് ജെയിംസ് എന്നാണ്. വീട് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്താണ്. ദൈവദത്തമായ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞു. മഹത്തായ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഏതാണ്ട് 10-20 വർഷം ഇന്ത്യൻ ആർമിയിൽ ഒരു പാരാ കമാൻഡോയായിട്ട് രാജ്യസേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇത് ദൈവത്തിന് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പ് കൈയും കാലും ഒന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം, മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്. അവിടെ നിന്നെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ UN മിഷന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ, ഈജിപ്ത്, ഒരുപാട് സ്ഥലങ്ങളിൽ UN മിഷന്റെ ഭാഗമായിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 2016 റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ ഇനിയെങ്കിലും സ്വന്തം വൈഫിനോടും മക്കളോടും ഒന്നിച്ച് ജീവിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ ആ തീരുമാനം മാറ്റേണ്ടി വന്നു. കാരണം നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാനൊരു കോഴി ഫാമൊക്കെ തുടങ്ങിയിരുന്നു. 5-6 ലക്ഷം പോയതല്ലാതെ മെച്ചപ്പാടൊന്നും ഉണ്ടായില്ല. വീടിന്റെ മുകളിലേക്ക് 2 റൂം എടുത്തു. കാരണം ശ്രീകണ്ഠാപുരം ഏരിയയിൽ കുറച്ച് വെള്ളപ്പൊക്കം കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ വീടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏതാണ്ട് 20 വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി സീറോ ബാലൻസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. തീരുമാനം മാറ്റേണ്ടി വന്നു. ഇനി ഒരു ബോസിന്റെ അണ്ടറിൽ പോയി പണിയെടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ ആ തീരുമാനം മാറ്റി നേരെ അടുത്ത കപ്പൽ കയറുകയാണ് ചെയ്തതിന്റെ മർച്ചന്റ് നേവിയിലായിരുന്നു ഒരു 3 വർഷത്തോളം. ഒരുപാട് കപ്പലിൽ നടുക്കടലിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഓക്കിയൊക്കെ വന്ന ഓക്കി കൊടുങ്കാറ്റൊക്കെ വന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയുടെ നടുക്കടലിൽ കിടക്കുകയാണ്. വീട്ടിലേക്ക് 2 മാസമായിട്ട് വീടുമായിട്ട് ഒരു ബന്ധം പോലുമില്ല. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഏതായാലും ആള് പോയി, ഇനി തിരിച്ചു വരലുണ്ടായില്ലെന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ ഡിയർഫ്രണ്ട്സ്, അന്നാരൊക്കെ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ട്. ഇനി എന്ന് കുടുംബത്തോടൊപ്പം ഒന്ന് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്നൊക്കെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നാട്ടിൽ ഇനി ഒരു 10-30 ഉള്ള ഒരു ജോലി കിട്ടിയാൽ കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥന കേട്ടതുകൊണ്ടായിരിക്കാം അവിടെ ശമ്പളമൊക്കെ വെട്ടി കുറച്ചു. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലെത്തി അടുത്ത ജോലി മിൽമയിൽ കയറി. ഒരു 30,000 കിട്ടും. വീടിന്റെ തൊട്ടടുത്ത് 4 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം പെൻഷനും ഇതുമൊക്കെ വാങ്ങിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2 കാലിലും വേരിക്കോസിന്റെ പ്രശ്നം വീണ്ടും ദൈവം കൊണ്ടുവന്നത്. അന്നേരം വന്നതല്ല, ഓൾറെഡി നേരത്തെ 2 കാലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി സ്കീറോതെറാപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഈ പ്രശ്നം വരുന്നത്. വീണ്ടും ലീവ് എടുത്ത് അടുത്ത ആശുപത്രിയിൽ പോയി അടുത്ത ചികിത്സ ചെയ്യാവുന്ന അവർ പറഞ്ഞു 1.25 ലക്ഷം വരുവാണെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതൊന്ന് മാറി ഇനി ആയുർവേദം ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ ലീവ് എടുത്ത് 2 കാലം ബാൻഡേജ് കെട്ടിയിരിക്കുന്ന സമയത്താണ് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മേസ്തിരി പണിക്കാരൻ വീട്ടിലേക്ക് വന്ന് ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അന്ന് ആ വ്യക്തിയെ കളിയാക്കി തെറി പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റുമോ, ഡോക്ടറോട് ചോദിക്കാതെ എങ്ങനെ കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് നീ പോടാന്ന് പറഞ്ഞ് പോകാമായിരുന്നു. എന്റെ തൊട്ടയിലൊക്കെ കാലം ചെറുപ്പം തൊട്ട് ഒന്നിച്ച് കളിച്ചു വളർന്നവൻ. പക്ഷെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അധ്വാനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരുടെയും മുമ്പിലേക്ക് ദൈവം ഒരവസരവുമായി ആരെങ്കിലും പറഞ്ഞു വിടുമായിരുന്നു. ആ വ്യക്തി അങ്ങ് പോകുമല്ലോ ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. അവിടെ വെച്ച് 2 ലീഡേഴ്സ് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതയൊക്കെ പറഞ്ഞതെങ്കിലും ബിസിനസ് ആയിട്ട് തലയിലേക്ക് കയറിയില്ല. ചെയ്യാൻ ഒരു താല്പര്യം തോന്നില്ല. കാരണം ഇന്നേ ഒരു മുട്ട സൂചി വിറ്റ് പരിചയമില്ല. നാട്ടിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നിർബന്ധം പ്രകാരം കുറച്ച് പ്രോഡക്റ്റ് എടുക്കാൻ തയ്യാറായി. പേരും അഡ്രസ്സും തന്നാൽ വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് പേരും അഡ്രസ്സ് കൊടുത്തു. വില കുറച്ചെടുത്തു. അവർ പറഞ്ഞു സാർ എന്തായാലും വേരിക്കോസിന് ട്രീറ്റ്മെന്റ് ചെയ്യണമല്ലോ, അതിന്റെ കുറച്ച് പ്രോഡക്റ്റ് ഞങ്ങൾ തരാം. അങ്ങനെ ആ പ്രോഡക്റ്റ് എടുത്ത് വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാരെ പപ്പ, അമ്മ, അതേപോലെ വൈഫൊക്കെ ഫുൾ നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഇതിനകത്തൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് കേട്ടോ ഒരു ആയുഷ് പ്രീമിയം മാർക്കാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ഒന്ന് തയ്യാറായത്. അങ്ങനെ കണ്ടിന്യൂ ഉപയോഗിച്ചു. 3 മാസം ഉപയോഗിച്ചപ്പോൾ അമേസിംഗ് റിസൾട്ട് കിട്ടി. വൈഫിന് പീരിയഡ്സിന്റെ പ്രശ്നമുണ്ട്, അതിന്റെ റിസൾട്ട് കിട്ടി. അങ്ങനെ കണ്ടിന്യൂ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കൗണ്ടിലേക്ക് 900 രൂപ വന്നാണ് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു 1 ഡേ ട്രെയിനിങ് ഇന്ന് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ MS പ്രസാദ് സാറിന്റെ ഒരു 1 ഡേ ട്രെയിനിങ് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നു. ഇനിയും ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് കാര്യമില്ല എന്നൊരു തിരിച്ചറിവുണ്ടായപ്പോൾ ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്തു. ഇന്ന് ഒരു 6 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടില്ല, നടക്കില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും കളിയാക്കി ആഴ്ച വരുമാനം 2,10,000 കൂടെ വന്നവന്റെ അക്കൗണ്ടിൽ വാങ്ങിച്ചുകൊണ്ട് വാങ്ങാൻ പറ്റൂ. ഇന്ന് 10-20 വർഷം കപ്പല്, മിൽമ, അതേപോലെ രാജ്യസേവനം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മാരുതിക്കാർ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ ബിസിനസ്സിലേക്ക് 6 വർഷം കൊണ്ട് ആദ്യം ടാറ്റ നെക്സൺ എടുത്തു, പിന്നെ സ്കോഡയുടെ കുഷാക്ക് എടുത്തു. ഇന്ന് 25 ലക്ഷത്തിന്റെ
MG-ക്കാണ് വന്നതെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ബിസിനസ് അവസരം എന്താണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ ഗ്രേറ്റ് മോട്ടിവേറ്റർ തൻഷാൻ സാറിനെ പോലെ ഒരു വ്യക്തി ഈ ബിസിനസ് ചെയ്ത് ഒരു റീജിയണൽ ടീം കോർഡിനേറ്റർ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇത് ചെയ്ത് വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു. വിഷ് യു സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈലേജ് മാർക്കറ്റിംഗ്. താങ്ക് യു വെരി മച്ച്.